അപ്പോൾ വിദ്യാഭ്യാസം ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലേ സമത്വ ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഉള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ഇവിടെ എത്രയെത്ര കർമ്മ പദ്ധതികളാണ് നമുക്ക് വിഭാവന ചെയ്തു തന്നത്. സംസ്കൃതം പോയില്ലേ? മറ്റ് വിദേശത്തിരുന്ന് എല്ലാവരും പഠിക്കുക, നമ്മളിവിടെ അറിയാൻ മേലാതിരിക്കുക. സംസ്കാരം പോയി അല്ലേ, സംസ്കാര ചിത്തത പോയി. നമ്മൾ പറയും ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് മൂലൂരാണ്. ആ മൂലൂരിൻ്റെ ഭവനത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ എഴുന്നള്ളുന്ന സമയത്ത് അവിടെ കിടന്ന ഒരു പട്ടി ഓടി എഴുന്നേറ്റ് വന്നിട്ട് സ്വാമി തൃപ്പാദങ്ങൾ 2-3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് 2 കൈയും കൂപ്പി നമസ്കരിച്ചവിടെ കിടന്നു. അപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ മൊഴിയുന്നു, സംസ്കൃതം കേട്ടതിൻ്റെ സംസ്കാരമാണെന്ന്. സംസ്കൃതം കേട്ടാൽ സംസ്കാരം ഉണ്ടാകും അല്ലേ, സംസ്കൃത ചിത്തരാകും. നമ്മൾ മറിച്ച് എന്താ ചെയ്യുന്നതെന്നറിയാമോ? സ്വാമി തൃപ്പാദങ്ങൾ നമുക്കുള്ളൊരു കൽപ്പനയാണ് സംസ്കൃതവും ഇംഗ്ലീഷും പഠിക്കണം. അവിടുന്ന് സംസ്കൃത പാഠശാല തുടങ്ങിയതിന് ശേഷം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ഇംഗ്ലീഷും ഗണിതവും പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പം നമ്മളെന്ത് പറഞ്ഞു? ഭഗവാൻ എന്താ കൽപ്പിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് പഠിക്കണം. അതുകൊണ്ട് എൻ്റെ മക്കളെയൊക്കെ എവിടെ ചേർത്തു? ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തു. മറുഭാഗം നമ്മൾ ചെവി അടച്ചു പിടിച്ചു, സംസ്കൃതം വേണ്ട അല്ലേ. അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ച് എത്താൻ, നമ്മുടെ അടുത്ത തലമുറയിലേക്ക് തിരിച്ചെത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് എങ്ങോട്ട് പോകണം? വിദ്യാഭ്യാസമുള്ളവരായിട്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മളെ വെപ്പിക്കുന്നത് എന്താണ്? ശുചിത്വമാണ് അല്ലേ. ശുചിത്വം ഒരു കാലഘട്ടത്തിൽ പൊതുകുളങ്ങളോ പൊതുജലാശയങ്ങളോ ഏറ്റവും പാടത്തും പറമ്പിലും ഒക്കെ കഷ്ടപ്പെട്ട് പൊരുവെയിലത്തും പെരുമഴയത്തും കഷ്ടപ്പെടുന്നവർക്കൊന്നും ഈ പൊതുജലാശയങ്ങൾ ഉപയോഗിക്കാൻ പോലും അർഹതയില്ലാതെ ഒന്ന് കുളിക്കാൻ പറ്റാത്തവരായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് എങ്ങനെ ശുചിത്വം ഉണ്ടാകും? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തേച്ചു കുളിക്കാനായിട്ട് തോടും കുളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് എങ്ങനെ ശുചിത്വം ഉണ്ടാകും? ഈ കാലഘട്ടത്തിലാണ് നമുക്ക് ഭഗവാൻ ശുചിത്വത്തെ മൊഴിഞ്ഞു നൽകിയത്. ശ്രുതാനാം ശുദ്ധി ഹേതവേ. നമ്മൾ ആര് പഠിപ്പിച്ചു? ആരാ പഠിപ്പിച്ച്? ശിവലിംഗദാസ സ്വാമികൾ നമ്മളെ കൊണ്ട് പാടിപ്പിച്ചു. എന്താണ്? ശ്രുതാനാം ശുദ്ധി ഹേതവേ. ആശ്രയിച്ച് ചെല്ലുന്നവർക്കൊക്കെ പരമശുദ്ധിയെ നൽകുന്ന സ്വാമി തൃപാദങ്ങൾ. ആശ്രയിച്ച് ചെല്ലുന്നവർക്ക് പരമശുദ്ധിയെ നൽകുന്ന ഭഗവാൻ. അവിടെ ആദ്യം തന്നെ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എന്താണ്? കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദാംബയെ വന്ദിക്കാം അല്ലേ. അവിടെ കുഴൽ വെള്ളത്തിൽ കുളിച്ച് തേച്ചു കുളിക്കാനായിട്ട് ഒരു കാലഘട്ടത്തിൽ അനുവാദമില്ലാതിരുന്ന ജനതയ്ക്ക് കുളിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് കുളിസംഘത്തെ രൂപീകരിച്ച ഒരു മഹാഗുരു ഉണ്ടാകുമോ? ഒരു ദൈവം ഈ ലോകത്തുണ്ടാകുമോ? ജനതയെ കുളിക്കാൻ പഠിപ്പിച്ച് ശുചിത്വത്തിന് വേണ്ടി തേച്ചു കുളിക്കാൻ. പണ്ടുള്ളവർ പറയും, നമ്മൾ ഒരു വർഷത്തിൽ ദീപാവലി കുളിക്കുക, ദീപാവലിക്ക് എണ്ണയൊക്കെ കൊടുക്കും. ആ സമയത്ത് കുളിക്കുമ്പോൾ എന്തായിരിക്കും? ഭയങ്കര ചൊറിച്ചിലായിരിക്കും അല്ലേ. ആ വർഷത്തിൽ ഒരു പ്രാവശ്യം തേച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ എന്തായിരിക്കും? ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞ് വാമൊഴിയായിട്ട് വന്ന ഒരു കാര്യമാണ്, വർഷത്തിൽ ഒരിക്കൽ, ആണ്ടിലൊരിക്കൽ കുളിക്കുന്ന ഏനിത്ര ചൊറിച്ചിലാണെങ്കിൽ എന്നും കുളിക്കുന്ന തമ്പ്രാൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഇങ്ങനെ വാമൊഴിയായിട്ട് പ്രചാരത്തിലിരുന്ന ഒരു ചൊല്ലാണ് അല്ലേ. പക്ഷേ അവരറിഞ്ഞില്ലല്ലോ, എന്നും കുളിക്കുന്നവർക്ക് ഈ പ്രശ്നമില്ല. നമ്മൾ കുളിക്കാൻ വീണ്ടും പഠിച്ചു. എപ്പോഴാ? കൊറോണ വന്നപ്പോൾ ശരിക്കും തേച്ച് കുളിക്കാനും അല്ലേ, ശുദ്ധി അനുഷ്ഠിക്കാനും പഞ്ചശുദ്ധിയൊക്കെ അനുഷ്ഠിക്കാനും നമ്മളെ കൊറോണ വീണ്ടും പഠിപ്പിച്ചു. പക്ഷെ അതിനു മുമ്പ് ഒരു കുളിസംഘം ഉണ്ടാക്കിക്കൊണ്ട് ശ്രീനാരായണ തീർത്ഥസ്വാമികൾ, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേരാണല്ലോ അല്ലേ. കോട്ടയം, കുട്ടനാട് മേഖലകളിലുള്ളവർക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ശ്രീനാരായണ തീർത്ഥസ്വാമികൾ. ശ്രീനാരായണ തീർത്ഥസ്വാമികൾ ഇളക്കി മറിച്ച മണ്ണിൽ, ആ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ വിത്തിട്ട മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ശ്രീനാരായണ ധർമ്മത്തെ, ദർശനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ശ്രീനാരായണ തീർത്ഥസ്വാമികൾ അത്രമാത്രം ഈ SNDP യോഗത്തിന് 108 ശാഖകൾക്ക് സ്വാമി തൃപാദങ്ങൾ 1928 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുത്ത ആ ശാഖായോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചതും അതിനെയൊക്കെ ചേർത്ത് വെച്ചതും ആരാണ്? ശ്രീനാരായണ തീർത്ഥസ്വാമികൾ സ്വരൂപിച്ച, എന്താണ്, സംസ്ഥാപനം ചെയ്ത
ആ സംഘടനയിലൂടെ ടി.കെ. മാധവനും കൂടി ചേർന്നിട്ടാണ് ഈ ശാഖായോഗങ്ങളൊക്കെ ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ ആ ശ്രീനാരായണ തീർത്ഥസ്വാമികൾക്കാണ് കുളിസംഘത്തിൻ്റെ ഉത്തരവാദിത്തം കൊടുത്തത്. കുട്ടനാട്ടിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നവരെയൊക്കെ കുളിക്കാൻ പഠിപ്പിക്കുക, ശുദ്ധി പഠിപ്പിക്കുക. എന്നോർത്ത് നോക്കിക്കേ, ആ നമ്മുടെ ബാഹ്യമായ ശുദ്ധിക്ക് എന്തെല്ലാം ചെയ്യണം. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സ്മൃതി ഗ്രന്ഥത്തിന് 100 വയസ്സ് തികയുക. 1924-25 കാലഘട്ടത്തിൽ 100 വർഷം ആ 25 കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട നമ്മുടെ ശ്രീനാരായണ ധർമ്മത്തിന് ഇപ്പോൾ എത്ര വയസ്സാകുന്നു? 100 വയസ്സാകുന്നു. 10 സർഗങ്ങളുള്ള 10 അധ്യായങ്ങളുള്ള നമ്മുടെ ശ്രേഷ്ഠമായ നമ്മുടെ നിയമ പുസ്തകമാണെന്ത്? ശ്രീനാരായണ ധർമ്മം. നമുക്കറിയാം, ഒരു സ്മൃതി ഗ്രന്ഥവും ഒരു ശ്രുതി ഗ്രന്ഥവും. നമുക്കറിയാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സത്യങ്ങളെയും അവിടുത്തെ കൊച്ചു കൊച്ചു കൃതികളാക്കി ഏറ്റവും വലിയ നിധികുംഭങ്ങളാകുന്ന കൊച്ചു കൊച്ചു കൃതികൾ. കാണുമ്പോൾ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ആശയത്തിൽ അതിൻ്റെ കണ്ടൻറ്റിൽ ഏറ്റവും വലിയ നിധിയെ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അവിടുത്തെ ശ്രുതി ഗ്രന്ഥമായിരിക്കുന്ന സമ്പൂർണ്ണ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ. അതോടൊപ്പം തന്നെ നമുക്കൊരു സംശയം വന്നാൽ, ഒരു കുടുംബ ജീവിതത്തിൽ എന്തൊക്കെ അനുവർത്തിക്കണമെന്ന് നമുക്കൊരു സംശയം വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് അന്വേഷണം ഉണ്ടായാൽ, നമുക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച് വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. ആ ശ്രീനാരായണ ധർമ്മത്തിൽ 10 അധ്യായങ്ങളുള്ളതിൽ 3-ാമത്തെ അധ്യായം, അത് സർഗം എന്നാണ്. ഓരോ അധ്യായവും സർഗം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ 3-ാമത്തെ സർഗം, അതാണ് തൃതീയ സർഗം. 3-ാമത്തെ സർഗത്തിൽ ഭഗവാൻ 2 കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് സാമാന്യധർമ്മവും അതുപോലെ തന്നെ ശുദ്ധി പഞ്ചകവും. അവിടെ പഞ്ചശുദ്ധിയെക്കുറിച്ച് അത് കേട്ട് തഴമ്പിച്ചിരിക്കുന്നവരായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. മറിച്ച് നമുക്കറിയാം പഞ്ചശുദ്ധി എന്താണെന്ന് നമുക്കറിയാം. എപ്രകാരമാണ് നമ്മുടെ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വാക്ക്, ഗൃഹമൊക്കെ ശുദ്ധമാക്കി വെക്കേണ്ടതെന്നും നമ്മൾ കേട്ടും പരിചയിച്ചും പ്രാവർത്തികമാക്കിയും അല്ലേ വളരെ തഴക്കവും പഴക്കവും വന്നിട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ ശുദ്ധി പഞ്ചകത്തിൽ കൂടി തന്നെ ഭഗവാൻ എപ്രകാരം ശുദ്ധിയെ അനുഷ്ഠിക്കണമെന്ന് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ശുദ്ധിയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? ബാഹ്യമായിട്ട് ശുദ്ധിയെ വരുത്തണം. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആന്തരിക ശുദ്ധിയെയും വരുത്തണം. ഈ ശുദ്ധി എവിടേക്കാണ് വരുന്നത്? നമ്മളൊന്ന് ഓർത്ത് നോക്കണം.